പുൽവാമ ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യൻ സൈന്യം. പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇന്ത്യ വ്യോമാക്രമണം നടത്തി. ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രമായ ബാലാകോട്ടിലെ ക്യാമ്പ് അടക്കം 3 സ്ഥലങ്ങളിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തു. 12 മിറാഷ് യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തു. ആക്രമണം നടന്നുവെന്ന് പാകിസ്ഥാനും സ്ഥിരീകരിച്ചു. സൈനിക കേന്ദ്രങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ഒഴിവാക്കി നോൺ മിലിറ്ററി ആക്രമണമാണ് ഇന്ത്യ നടത്തിയതെന്ന് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. പുൽവാമ സ്ഫോടനം കഴിഞ്ഞ 12 ദിവസത്തിനുള്ളിലാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത്. പാകിസ്ഥാനിലെ മൻഷേറ ജില്ലയിലെ ഖൈബർ പാഖ്തൂൺ പ്രവിശ്യയിൽ ഉൾപ്പെടുന്ന ബലാക്കോട്ടയിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രവും മുസറാഫാബാദ്, ചകോദി എന്നീ കേന്ദ്രങ്ങളിലെ വനമേഖലകളിലെയും മലമുകളിലെയും തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളെല്ലാം തകർത്തു. മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ് ആക്രമണം നടത്തേണ്ടി വന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് കോഹ്ലെ ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൈന്യ കേന്ദ്രങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ഒഴിവാക്കി ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിടുന്ന നോൺ മിലിറ്ററി ആക്രമണമാണ് ഇന്ത്യ നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജെയ്ഷെ തലവൻ മസൂദ് അസ്ഹറിന്റെ സഹോദരി ഭർത്താവ് യൂസഫ് അസ്ഹർ നേതൃത്വം നൽകുന്ന തീവ്രവാദ പരിശീലന കേന്ദ്രമാണ് ബലാക്കോട്ടയിലുള്ളത്. നിരവധി തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്തു. India struck the biggest training camp of the Jaish Mohammed in Balakot. In this operation, a very large number of Jaish Mohammed terrorists, trainers, senior commanders and groups of jihadis who were being trained for Fidaian action were eliminated. ആക്രമണത്തിന് ശേഷം ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി അടിയന്തര യോഗം ചേർന്നു. രാജ്നാഥ് സിംഗ്, സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി എന്നിവർ പങ്കെടുത്തു. പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നാൽ തിരിച്ചടി നൽകേണ്ടത് യോഗം ചർച്ച ചെയ്തു. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കരസേനാ തലവൻ ബിപിൻ റാവത്ത്, വ്യോമസേനാ തലവൻ BS ധനോവ എന്നിവരും സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആർമി തലവനുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി ഖുറേഷി തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു. വ്യോമാക്രമണം നടത്തുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇപ്പോൾ സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. സന്തോഷ്, മൗലാന മസൂദ് അസറിന്റെ ഉറ്റ ബന്ധുക്കൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന നിർണായകമായ വിവരങ്ങൾ വരുന്നു. നേരത്തെ ഭാര്യ സഹോദരൻ മരിച്ചതായി വിദേശകാര്യ സെക്രട്ടറിയും പറഞ്ഞിരുന്നു. ഇതിന്റെ സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളാണോ വരുന്നത്? ആനന്ദ്, ഇപ്പോൾ അന്തർദേശീയ വാർത്താ ഏജൻസികളും ദേശീയ വാർത്താ ഏജൻസിയായ ANAയുമാണ് ഇതു സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. 4 പേരുടെ പേരുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് മൗലാന മസൂദ് അസ്ഹർ സ്ഥാപിച്ച ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. അതിലൊരാൾ മുഫ്തി അസ്ഹർ ഖാനാണ്. കാശ്മീർ വിഭാഗത്തിന്റെ തലവനായിട്ട് ജെയ്ഷെ മുഹമ്മദിൽ പ്രവർത്തിക്കുന്നയാളാണ് മുഫ്തി അസ്ഹർ ഖാൻ. ഇന്നലെ നടന്ന ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇവർ താവളമായിരുന്നത് ബലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ആക്രമണ തീവ്രവാദ പരിശീലന കേന്ദ്രമായിരുന്നു. അവിടെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൂടാതെ അഫ്ഗാനിസ്ഥാന്റെ ചുമതലയുണ്ടായിരുന്ന മൗലാന അമ്മറും കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് മസൂദ് അസ്ഹറിന്റെ ബന്ധുക്കൾ, ഏറ്റവും ഇളയ സഹോദരൻ ഇബ്രാഹിം അസ്ഹറും മറ്റൊരു സഹോദരനായ മൗലാന തൽഹ സെയ്ഫും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഇബ്രാഹിം അസ്ഹറിനെ എനിക്ക് കുറച്ചുകൂടി അറിയാൻ കഴിയും. കാരണം ഇന്ത്യ വിമാനം റാഞ്ചി കണ്ടഹാറിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ വിമാനത്തിലെ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ഇബ്രാഹിം അസ്ഹർ. അന്ന് അതിനെക്കുറിച്ച് വലിയ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഇയാൾ ഈ വിമാന റാഞ്ചിന് ശേഷം കണ്ടഹാറിലെത്തിയ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ചില ദൃശ്യങ്ങളിൽ ഈ ഇബ്രാഹിം അസ്ഹർ ഉണ്ടോ എന്നൊക്കെ സംശയമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇയാൾ അപ്രത്യക്ഷനായിരുന്നു. പിന്നെ എവിടെയുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ ആക്രമണത്തിൽ, ഈ കഴിഞ്ഞ ദിവസം നടക്കുന്ന ആക്രമണത്തിന്, ബലാക്കോട്ട് ആക്രമണത്തിന് തൊട്ട് മുമ്പ് ഈ കേന്ദ്രത്തിൽ ഇയാൾ ഉണ്ടായിരുന്നു. ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇബ്രാഹിം അസ്ഹർ അങ്ങനെ ആ വിമാന റാഞ്ചൽ കേസിലെ പ്രതി കൂടിയാണ്. ആളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ മൗലാന മസൂർ അസ്ഹറിന്റെ സഹോദരിയുടെ ഭാര്യയുടെ സഹോദരൻ നടത്തുന്ന കേന്ദ്രം കൂടിയാണിത്. അവിടെയാണ് ഇത്ര വലിയ ആൾനാശം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും പാകിസ്ഥാനിൽ അവരുടെ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം നടക്കുകയാണ്. അല്പസമയത്തിനകം പാകിസ്ഥാൻ പ്രധാനമന്ത്രി, ധനകാര്യമന്ത്രി, കൂടാതെ പ്രതിരോധ മന്ത്രി തുടങ്ങിയവർ സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പിന്റെ വക്താവ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ വാർത്താ സമ്മേളനം ആരംഭിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അവർ പ്രതികരിക്കും. കാരണം ഈ ആക്രമണം സംബന്ധിച്ച് പാകിസ്ഥാൻ നേരിട്ട് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി തന്നെ വന്ന് വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയെ ഏതൊക്കെ തരത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമോ അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം 3 പേരും സംയുക്തമായി, ക്യാബിനറ്റിലെ ഏറ്റവും മുതിർന്ന 3 പേരും സംയുക്തമായി നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് രാജസ്ഥാനിൽ സംസാരിച്ചു.
വളരെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പാകിസ്ഥാനെ അടക്കമുള്ളവരെ ആക്രമിച്ചത്. പാകിസ്ഥാൻ പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും ഇന്ത്യയെ ശിഥിലമാക്കാൻ താൻ അനുവദിക്കില്ല, ആർക്കു മുന്നിലും രാജ്യത്തെ തലകുനിക്കാൻ അനുവദിക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. കാരണം ഈ എയർ അറ്റാക്ക് രാഷ്ട്രീയമായി ഏറെ ഗുണം ചെയ്യുന്നതിന്റെ ആ ഒരു പ്രതിഫലനം അദ്ദേഹത്തിന്റെ രാജസ്ഥാനിലെ ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അത് വലിയ കാര്യമായി രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ആനന്ദ്. ശരി സന്തോഷ്, ഏതായാലും കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ കരുതുന്നു. ഇപ്പോഴത്തെ വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് പങ്കുവച്ചത്. 12 മിറാഷ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യക്ക് വേണ്ടി വന്നത് വെറും 21 മിനിറ്റ് മാത്രം. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പോലും കഴിയാതെ പാകിസ്ഥാൻ ഞെട്ടി. ഹരിയാനയിലെ അംബാല വിമാനത്താവളത്തിൽ നിന്ന് ആസൂത്രണം ചെയ്ത ആക്രമണത്തിന്റെ മുഴുവൻ ചുമതലയും പശ്ചിമ വ്യോമ കമാൻഡിനായിരുന്നു. 1000 കിലോ സ്ഫോടന വസ്തുക്കൾ ആക്രമണത്തിന് ഉപയോഗിച്ചു. അതീവ രഹസ്യമായിരുന്നു എല്ലാ നീക്കങ്ങളും. അർദ്ധരാത്രി ഹരിയാനയിലെ അംബാല വ്യോമസേനാ താവളത്തിൽ മിറാഷ് ജെറ്റുകൾ ഇന്ത്യൻ നിയന്ത്രിത ലേസർ ഗൈഡ് സുദർശൻ മിസൈലുകൾ നിറച്ച് കാത്തിരുന്നു. പുലർച്ചെ 3:30 ആക്രമണത്തിന് അനുമതി ലഭിച്ച വിമാനങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ പാകിസ്ഥാൻ റഡാറുകളെ വെട്ടിച്ച് 50 മൈലുകൾക്കുള്ളിൽ പാകിസ്ഥാനിൽ പ്രവേശിച്ച് ബലാക്കോട്ടിലെ ജെയ്ഷെ പരിശീലന കേന്ദ്രത്തിന് മുകളിലെത്തുമ്പോൾ സമയം 3:45. ആദ്യ മിസൈൽ ലക്ഷ്യസ്ഥാനം ഭേദിച്ചു. 8 മിനിറ്റിനുള്ളിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ തീവ്രവാദ പരിശീലന കേന്ദ്രം ചാരമായി. 200-ലേറെ തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. മുസറഫാബാദിലെ കൊടുംകാട്ടിനുള്ളിൽ തീവ്രവാദ കേന്ദ്രത്തിൽ മറ്റൊരു സെറ്റ് മിറാഷ് വിമാനങ്ങൾ എത്തുമ്പോൾ സമയം 3:48. 7 മിനിറ്റിനുള്ളിൽ ഇവിടെയും ലക്ഷ്യം നേടി. ഏറ്റവും അവസാനത്തെ കേന്ദ്രമായിരുന്നു ചഗോതി. 3:58 ആരംഭിച്ച ആക്രമണം 4:04 പൂർത്തിയാക്കി. ഇതിനിടയിൽ പാകിസ്ഥാന്റെ F-60 വിമാനങ്ങൾ പ്രതിരോധിക്കാനെത്തിയെങ്കിലും മിറാഷുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. 1971 ഏറ്റവും അവസാനം ലൈൻ ഓഫ് കൺട്രോൾ മറികടന്ന് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാനിൽ നാശം വിതച്ചത്. കാർഗിൽ യുദ്ധസമയത്ത് മിറാഷ് വിമാനങ്ങൾ ഉപയോഗിച്ചെങ്കിലും അതിർത്തി കടന്നിരുന്നില്ല. 1980-കളിലാണ് ഫ്രഞ്ച് നിർമ്മിത പോർ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. തണുത്തുറഞ്ഞു കിടക്കുന്ന അതിർത്തിയിൽ കരസേന ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ വ്യോമസേന ഉപയോഗിച്ച് എയർ അറ്റാക്ക് നടത്താൻ സൈന്യം തീരുമാനിച്ചു. 40 CRPF ജവാന്മാരുടെ ജീവന് പകരം 300-ലേറെ ജെയ്ഷെ തീവ്രവാദികളെ വ്യോമസേന ഇല്ലായ്മ ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അതിർത്തി കടന്നുള്ള ഇന്ത്യൻ സേനയുടെ പ്രത്യാക്രമണത്തെ അഭിനന്ദിച്ച രാജ്യം. മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ സേനയുടെ ധീരതയെ അഭിനന്ദിച്ച് രംഗത്തെത്തി. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ലെന്ന് മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണിയും പ്രതികരിച്ചു. അതേസമയം ഇന്ത്യൻ വ്യോമസേന അതിർത്തി കടന്നുവെന്ന് സമ്മതിച്ച പാകിസ്ഥാൻ പ്രത്യാക്രമണത്തിൽ കാര്യമായ നഷ്ടങ്ങളുണ്ടായെന്ന് സമ്മതിക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല. പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സേനയുടെ തിരിച്ചടിയെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയാണ് രാജ്യം സ്വീകരിച്ചത്. കേന്ദ്രമന്ത്രിസഭയിലെ പ്രമുഖർ വ്യോമസേനയുടെ അതിർത്തി കടന്നുള്ള പ്രത്യാക്രമണത്തെക്കുറിച്ചുള്ള വിവരം രാവിലെ തന്നെ സ്ഥിരീകരിച്ചു. ഇത് രാജ്യസുരക്ഷയ്ക്കായി എടുത്ത നടപടിയെന്നായിരുന്നു കേന്ദ്രമന്ത്രിമാരായ രവിശങ്കർ പ്രസാദ്, VK സിംഗ് എന്നിവരുടെ പ്രതികരണം. ആക്രമണത്തിന് നേതൃത്വം നൽകിയ വ്യോമസേനയെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും അഭിനന്ദിച്ചു. വിവിധ മുഖ്യമന്ത്രിമാരും പ്രത്യാക്രമണത്തെ പ്രശംസിക്കുകയുണ്ടായി. ഈ തിരിച്ചടിയിൽ നിന്നെങ്കിലും പാകിസ്ഥാൻ പാഠം പഠിക്കണമെന്ന് മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയെങ്കിലും ഇന്ത്യൻ മണ്ണിൽ, പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഭീകരന്മാരുടെ ഒളിത്താവളങ്ങൾ സ്ഥാപിച്ച് ആ ഒളിത്താവളങ്ങളിൽ നിന്നും ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് അയക്കുന്ന സാഹചര്യം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ ഗവൺമെൻറ് ഒരു ശരിയായ പാഠം പഠിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സൈനിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം കൊണ്ടുവരാറുണ്ട്. പാക് സൈന്യത്തിന്റെ പിന്തുണയിൽ വളരുന്ന ജെയ്ഷെ പരിശീലന ക്യാമ്പിന് നേരെയുണ്ടായ തിരിച്ചടി സൈന്യത്തിന് തിരിച്ചടിയേറ്റതിന് തുല്യമാണ്. അതിനാൽ ജെയ്ഷെയുടെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രമാണ് തകർന്നതെന്ന് അംഗീകരിക്കാൻ പാകിസ്ഥാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. വ്യോമസേന അതിർത്തി കടന്ന് ബോംബുകൾ വർഷിച്ചെന്ന് മാത്രമാണ് പാക് സൈനിക വക്താവ് സമ്മതിച്ചിട്ടുള്ളത്. ആളൊഴിഞ്ഞ പ്രദേശത്ത് സ്ഫോടനം നടന്നതിന്റെ ദൃശ്യങ്ങളാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നത്. അതിർത്തി കടന്ന മിറാഷ് വിമാനങ്ങളെ പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനങ്ങൾ വഴി പ്രതിരോധിച്ചെന്നും തുടർന്നാണ് ആളൊഴിഞ്ഞ പ്രദേശത്ത് ഇന്ത്യക്ക് സ്ഫോടന വസ്തുക്കൾ നിക്ഷേപിക്കേണ്ടി വന്നതെന്നുമാണ് പാക് മാധ്യമങ്ങളുടെ അവകാശവാദം. പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് അന്താരാഷ്ട്ര സമൂഹം നേരത്തെ വ്യക്തമാക്കിയതിനാൽ ഇന്നത്തെ തിരിച്ചടിയുടെ പേരിൽ പാകിസ്ഥാന് യാതൊരു അധിക പിന്തുണയും ലഭിക്കാനിടയില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി.
12 മിറാഷ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യക്ക് വേണ്ടി വന്നത് വെറും 21 മിനിറ്റ് മാത്രം. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പോലും കഴിയാതെ പാകിസ്ഥാൻ ഞെട്ടി. ഹരിയാനയിലെ അംബാല വിമാനത്താവളത്തിൽ നിന്ന് ആസൂത്രണം ചെയ്ത ആക്രമണത്തിന്റെ മുഴുവൻ ചുമതലയും പശ്ചിമ വ്യോമ കമാൻഡിനായിരുന്നു. 1000 കിലോ സ്ഫോടന വസ്തുക്കൾ ആക്രമണത്തിന് ഉപയോഗിച്ചു. കൽബുർഗി വധക്കേസിന്റെ അന്വേഷണം ഗൗരി ലങ്കേഷ് വധക്കേസ് അന്വേഷിച്ച പ്രത്യേക സംഘത്തിന് സുപ്രീം കോടതി കൈമാറി. കർണാടക ഹൈക്കോടതിയുടെ ധൻബാദ് ബെഞ്ചിലെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൽബുർഗിയുടെ ഭാര്യ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന AICC ജനറൽ സെക്രട്ടറി ഹരീഷ് റാവത്തിന്റെ പ്രസ്താവനയോട് മുസ്ലിം ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കും മൗനമെന്ന് കാനം രാജേന്ദ്രൻ. കോൺഗ്രസ് ഹിന്ദു വോട്ടിനായി BJPക്കൊപ്പം മത്സരിക്കുന്നത് നോക്കി നിൽക്കുകയാണ് മുസ്ലിം ലീഗുകാരെന്നും കാനം രാജേന്ദ്രൻ മലപ്പുറത്ത് പ്രതികരിച്ചു. കോൺഗ്രസ് അധികാരത്തിൽ വന്നു എങ്കിൽ മാത്രമേ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം വന്നാൽ ശ്രീരാമക്ഷേത്രം അയോധ്യയിൽ പണിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഔദ്യോഗിക കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ആ പ്രസ്താവന നിഷേധിച്ചിട്ടില്ല, തള്ളിപ്പറഞ്ഞിട്ടില്ല. പത്രലേഖകർ ഹരീഷ് റാവത്തിനോട് തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ പാർട്ടിയുടെ നയമാണ്, നിലപാടാണ് ഞാൻ പറഞ്ഞത് എന്നാണ്. രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഹരീഷ് റാവത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതിന് ഞങ്ങൾ വലിയൊരു വില കൊടുക്കുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി ശബരിമലയിലെ സ്ത്രീ പ്രവേശത്തെ കുറിച്ച് പറഞ്ഞ അഭിപ്രായവും അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞയാളാണ് രമേശ് ചെന്നിത്തല. പക്ഷേ ഞങ്ങൾക്ക് അറിയേണ്ടത് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ എന്തായിരിക്കും മുസ്ലിം ലീഗിൻ്റെ നിലപാട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ കുഞ്ഞാലിക്കുട്ടി ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാൻ ആകാംക്ഷയുണ്ട്. കേരള കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച പരാജയം. 2ാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് PJ ജോസഫ് അറിയിച്ചു. അധിക സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ലീഗും ഉറച്ചു നിന്നതോടെ UDF ഉഭയകക്ഷി ചർച്ച പ്രതിസന്ധിയിലായി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഈ യോഗം പൂർണ്ണമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യങ്ങൾ? ആനന്ദ്, UDFിലെ ഉഭയകക്ഷി ചർച്ച, സീറ്റ് വിഭജനം സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ച പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇന്നത്തെ ചർച്ച അവസാനിപ്പിച്ച് നേതാക്കന്മാരെല്ലാം കൊച്ചി വിടുകയും ചെയ്തു. അതായത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരാവശ്യപ്പെട്ടത് 3 സീറ്റാണ്. അതായത് നിലവിലുള്ള 2-നൊപ്പം മറ്റൊരു സീറ്റ് കൂടി. ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ കുഞ്ഞാലിക്കുട്ടിയും KPM മജീദും മുനീറുമാണ് ചർച്ചയിൽ ലീഗിനെ പ്രതികരിച്ച് പങ്കെടുത്തത്. 3 പേരും ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചതോടുകൂടി കോൺഗ്രസ് അത്തരമൊരു ചർച്ചയിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല, കോൺഗ്രസിന് ഇപ്പോൾ ഒരധിക സീറ്റ് ലീഗിന് നൽകാൻ കഴിയുന്ന സാഹചര്യമല്ല എന്ന് തീർത്തു പറഞ്ഞു. അതോടുകൂടി അങ്ങനെയാണെങ്കിൽ ഈ ചർച്ച തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുകയും മാത്രമല്ല, മറ്റെന്തെങ്കിലും തീരുമാനം ഞങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് ലീഗിനുണ്ടെങ്കിൽ അത് തങ്ങളുമായി കൂടിയാലോചിച്ച ശേഷം UDF നേതൃത്വത്തെ അറിയിക്കാം എന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടിയും KPM മജീദും ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഇറങ്ങി വന്ന കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. 3 സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പറ്റില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും തങ്ങളുമായി ചർച്ച നടത്തിയതിനു ശേഷം UDF നേതൃത്വത്തിൽ തങ്ങൾ ഇക്കാര്യം എന്താണ് ഞങ്ങളുടെ തീരുമാനം എന്ന കാര്യം ഞങ്ങൾ അറിയിക്കും എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അതിനനുസരിച്ച് 1-ാം തീയതി ലീഗുമായി വീണ്ടും കോഴിക്കോട് ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട്. UDFിന്റെ കോൺഗ്രസ് നേതാക്കന്മാരുമായുള്ള ചർച്ച. മറ്റൊന്ന് കേരള കോൺഗ്രസിന്റെ വിഷയമാണ്. കേരള കോൺഗ്രസ് നിലവിലുള്ള 1 സീറ്റിന് പുറമെ PJ ജോസഫ് ഇന്നലെ ആവശ്യപ്പെട്ടതുപോലെ 2ാമത് സീറ്റ് ആവശ്യപ്പെട്ടു. UDF ഉഭയകക്ഷി ചർച്ചയിൽ 2 നേതാക്കൾ, അതിന്റെ പ്രത്യേകത KM മാണിയും PJ ജോസഫും ശക്തമായി 2ാം സീറ്റിന് വേണ്ടി ഇന്നത്തെ UDF യോഗത്തിൽ വാദിച്ചു എന്നുള്ളത് തന്നെയാണ്. അക്കാര്യത്തിൽ PJ ജോസഫ് ഇന്നത്തെ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഏതായാലും കേരള കോൺഗ്രസിന്റെ ആവശ്യത്തോടും മുഖം തിരിഞ്ഞുന്ന സമീപനമാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി ഒരു കാര്യം വ്യക്തമാക്കി, 2ാമതൊരു സീറ്റ് എന്നതിനെ കുറിച്ച് ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല. കാരണം കോൺഗ്രസ് ദേശീയ നേതൃത്വം തങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പരമാവധി സീറ്റുകളിൽ മത്സരിച്ച് കോൺഗ്രസ് തന്നെ ജയിക്കണമെന്നാണ്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ 2ാമതൊരു സീറ്റിനെ കുറിച്ച് ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്നാണ് രമേശ് ചെന്നിത്തല KM മാണിയോട് പറഞ്ഞത്. അതിനെ തുടർന്ന് PJ ജോസഫ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചർച്ച നടത്തിയതിൽ അർത്ഥമില്ല, നിങ്ങൾ വീണ്ടും കൂടി ആലോചിച്ച് ഞങ്ങൾ അറിയിക്കൂ എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്ത KM മാണിയും PJ ജോസഫും ജോയി അബ്രഹാമും ഇറങ്ങിപ്പോരുകയായിരുന്നു. ഏതായാലും ചുരുക്കത്തിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മറ്റൊരു പാർട്ടി ജേക്കബ് ഗ്രൂപ്പാണ്. ജേക്കബ് ഗ്രൂപ്പ് 1 സീറ്റ് അവർക്ക് നിലവിലില്ല. അതിൽ 1 സീറ്റ് പുതുതായി ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അത് കിട്ടിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സഹകരിക്കില്ല എന്നൊരു ഭീഷണി ആ ജേക്കബ് ഗ്രൂപ്പ് യോഗത്തിൽ UDF നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അതിനോട് കാര്യമായ പ്രതികരണം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ശരി സാലി, വ്യക്തമാണ് സാലി. ഏതായാലും UDFന്റെ ഉഭയകക്ഷി ചർച്ച പരാജയമാണ്. അങ്ങനെ പരാജയത്തോടു കൂടിയാണ് ചർച്ച പിരിഞ്ഞിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കോടിയേരി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. കുരുമുളക്, ഏലം തുടങ്ങിയ സുഗന്ധ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജില്ല എന്നുള്ള നിലയിൽ ഈ വിളകൾക്ക് പ്രത്യേകമായ സംരക്ഷണവും പ്രോത്സാഹനവും കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ചക്ക ഉൽപ്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നൊരു ജില്ല എന്നുള്ള നിലയിൽ ആ മേഖലക്കും പ്രത്യേകമായ പരിഗണന കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. പച്ചക്കറി ഉൽപ്പാദനത്തിലും ഇടുക്കി ജില്ല കേരളത്തിൽ വലിയ സംഭാവന ചെയ്യുന്നൊരു ജില്ലയാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ, അതിൻ്റെ ഉൽപ്പാദനക്ഷമത ഉയർത്തുന്നതിനുള്ള പദ്ധതികൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തേയില ലോക മാർക്കറ്റിൽ ബ്രാൻഡ് ചെയ്യുന്നതിനുള്ള നടപടികളും വിപുലീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് സ്പൈസസ് പാർക്ക് വിപുലീകരിക്കുക എന്നത് ഗവൺമെൻറ് ലക്ഷ്യമിട്ടിരിക്കുകയാണ്. ചക്ക ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാനുള്ള ഒരു കേന്ദ്രീകൃതമായ സംവിധാനം കൊണ്ടുവരാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കന്നുകാലി വളർത്തലിന് വളരെയധികം സാധ്യതയുള്ള ജില്ല എന്നുള്ള നിലയിൽ ക്ഷീരസാഗരം മാതൃകയിൽ ഒരു സമഗ്ര പദ്ധതി ഇടുക്കി ജില്ലയിൽ നടപ്പാക്കുന്നുണ്ട്. ഇറച്ചി സംസ്കരണ യൂണിറ്റും ഇടുക്കി ജില്ലയിൽ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർക്ക് വരുമാന വർധന ഉണ്ടാക്കുന്ന പദ്ധതികളാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ പശ്ചിമഘട്ട ആവാസ വ്യവസ്ഥയിൽ പെട്ടൊരു പ്രദേശം എന്നുള്ള നിലയിൽ ഇടുക്കിയിലെ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കണം. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികളാണ് ഈ ജില്ലയിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് എന്നാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായാണ് പ്രളയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കെടുതികൾക്ക് പുനർനിർമ്മാണം നടത്തുമ്പോൾ സ്ഥിരമായി പ്രശ്നങ്ങളുണ്ടാകുന്ന പ്രളയം, മറ്റ് കെടുതികൾ നേരിടുന്ന പ്രദേശങ്ങൾ ഒഴിവാക്കി ഈ പദ്ധതിയുടെ ഭാഗമായി കണ്ടെത്താൻ സർക്കാർ ചില നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലയെ പോലെ തന്നെ LDF ഗവൺമെൻറ് പരിഗണിക്കുന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ലയിൽ. ഈ രണ്ട് ജില്ലയ്ക്ക് ചില സാമ്യതകളുണ്ട്, ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ജില്ലക്കും LDF സർക്കാർ പ്രത്യേക പരിഗണന കൊടുക്കുന്നു. വയനാടൻ കാപ്പി അതൊരു പ്രധാനമായി ലോക മാർക്കറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണെന്ന് സർക്കാർ കണ്ടെത്തിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ കാപ്പി കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനം കൊടുക്കാൻ, കോഫി കൃഷിക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ള ഒരു പദ്ധതി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാടൻ ബ്രാൻഡ് എന്നുള്ളതിൽ ലോക മാർക്കറ്റിൽ വയനാട്ടിലെ കോഫി വിതരണം ചെയ്യാനുള്ള സംവിധാനവും സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ രണ്ട് ജില്ലക്കും കൊടുത്തിരിക്കുന്ന പ്രാധാന്യം അത് LDF സർക്കാർ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളുടെ വികസനത്തിന് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കുരുമുളകിൻ്റെ മേഖലയിൽ ഒരു പ്രത്യേക ഇടപെടൽ നടത്താൻ സർക്കാർ ഇപ്പോൾ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മേഖലയ്ക്ക് ഉണ്ടാകുന്ന ഒരു തകർച്ച, കുരുമുളകിൻ്റെ നാടെന്നുള്ള നമ്മുടെ പേര് നഷ്ടപ്പെടും. കുരുമുളക് കൃഷിക്ക് നേരിടുന്ന രോഗം, അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാനാണ് ബഡ്ജറ്റിൽ തന്നെ 10 കോടി രൂപ ഇതിനു വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. പൂക്കളുടെ കൃഷി വ്യാപിപ്പിക്കാനും
വളരെയധികം സാധ്യതയുള്ളതാണ് വയനാട്, ഇടുക്കി ജില്ലകൾ. അങ്ങനെയുള്ള മേഖലകളുടെ സാധ്യത കണ്ടെത്തി അത്തരം ഭൂകൃഷി വ്യാപിപ്പിക്കാനുള്ള നടപടിയും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു. കാർഷിക മേഖലയ്ക്ക് വളരെ വലിയ പ്രാധാന്യമാണ് LDF സർക്കാർ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. റബ്ബർ മേഖല പ്രതിസന്ധിയിലായത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ റബ്ബർ മേഖലയ്ക്ക് വേണ്ടി 500 കോടി രൂപ സർക്കാർ നീക്കി വെച്ചിരിക്കുകയാണ്. കേരളത്തിലൊരു വൻകിട റബ്ബർ അധിഷ്ഠിത സ്ഥാപനം വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിയാൽ മോഡലിൽ സ്വകാര്യ മേഖലയ്ക്ക് കൂടി പങ്കാളിത്തം നൽകിക്കൊണ്ട് ഒരു വൻകിട കമ്പനി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് വേണ്ടി സ്ഥലം കണ്ടെത്താൻ കിൻഫ്രയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലായിരിക്കും ഈ സ്ഥലം കണ്ടെത്താൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഒരു വൻകിട സ്ഥാപനം ബലൂൺ മുതൽ ടയർ വരെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഇതിൻ്റെ ഭാഗമായി വിഭാവനം ചെയ്യുന്നത്. അത് കേരളത്തിലുള്ള റബ്ബർ കൃഷിക്കാർക്ക് ഇത്തരമൊരു സ്ഥാപനം വരുന്നത് വിലസ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് സഹായകരമായി തീരും. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇറക്കുമതി നയം ഈ വർഷത്തെ ബഡ്ജറ്റിലും ചുങ്കം കുറക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനിയും ഇറക്കുമതി ചുങ്കം കുറച്ചാൽ റബ്ബർ മേഖല ഇന്നുള്ളതിനേക്കാൾ പ്രതിസന്ധിയിലാണ്. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലുള്ള റബ്ബർ കൃഷിക്കാരനെ സഹായിക്കണമെങ്കിൽ ചില ബദൽ നടപടികൾ കണ്ടെത്തണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള റബ്ബർ അധിഷ്ഠിത സ്ഥാപനങ്ങൾ കേരളത്തിൽ തന്നെ സ്ഥാപിക്കാനുള്ള ചില നടപടികളെ സംബന്ധിച്ച് ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. LDF ജാഥ പൊതുവിൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾക്ക് പുറമെ ദേശീയ പ്രശ്നങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉന്നയിച്ചു വരുന്നുണ്ട്. ലോകസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു എന്നതുകൊണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി LDF പ്രവർത്തകന്മാരാകെ തയ്യാറാക്കുക എന്നതാണ് ഈ ജാഥയുടെ ഉദ്ദേശം. തെരഞ്ഞെടുപ്പിൽ ഇത്തവണ LDFന് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വിജയം കേരളത്തിലുണ്ടാകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് കേരളത്തിൽ 8 സീറ്റാണ് ലഭിച്ചത്. 12 സീറ്റ് UDFിലായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ LDFന് നല്ല വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതി ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് മാറിയിട്ടുള്ളത്. അതാണ് വിവിധ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് നല്ല മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പുകളിൽ 14 ഘട്ടങ്ങളിലും LDFനായിരുന്നു മുൻകൈ ലഭിച്ചത്. ഏറ്റവും ഒടുവിൽ ഈ ഫെബ്രുവരി 14 30 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, അതിൽ 50,000-ലേറെ പേർ വോട്ട് ചെയ്യുന്ന ഒരു ഇലക്ഷനാണ്. അതിന്റെ റിസൾട്ട് പരിശോധിച്ചാൽ 45% വോട്ട് ഇടതുപക്ഷത്തിനാണ് കിട്ടിയത്. ദില്ലിയിൽ നിന്ന് സന്തോഷ് സർലിംഗ് വീണ്ടും ചേരുന്നു. നിർണായകമായ ചില വാർത്തകൾ കൂടി ഘട്ടത്തിൽ വരുന്നു. അനാവശ്യമായ യുദ്ധത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചിരിക്കുന്നുവെന്ന് ഇമ്രാൻഖാന്റെ ആദ്യ പ്രതികരണം ഉണ്ടാകുന്നു. ഉചിതമായ സമയത്ത് ഇന്ത്യയെ തിരിച്ചടിക്കുമെന്നും ഇമ്രാൻഖാൻ പറയുന്നു. എങ്ങനെയാണ് സന്തോഷ് ഈ പ്രതികരണം വരുന്നത്? കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? വിശദാംശങ്ങൾ എന്താണ്? അനന്ത, കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആവുകയാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം കഴിഞ്ഞ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മാധ്യമങ്ങളോട് സംസാരിച്ചു. കടുത്ത ഭാഷയിൽ ഇന്ത്യയെ വലിയ തോതിൽ വിമർശിച്ചും ഭീഷണിപ്പെടുത്തിയും കൊണ്ടാണ് ഇമ്രാൻഖാൻ സംസാരിച്ചിരിക്കുന്നത്. ഇന്ത്യ അനാവശ്യമായി യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് ഇമ്രാൻഖാൻ പറയുന്നു. ഇതിന് ഉചിതമായ സ്ഥലത്ത് സമയത്ത് പാകിസ്ഥാൻ സൈന്യം മറുപടി നൽകും എന്നും ഇമ്രാൻഖാൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു.
അദ്ദേഹം മടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇത് വലിയൊരു ഭീഷണി തന്നെയാണ്. ഇന്ത്യ ആദ്യമേ പറഞ്ഞു ഇന്ത്യക്ക് മേൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തീവ്രവാദി ഗ്രൂപ്പാണ് ജെയ്ഷെ. ഈ ജെയ്ഷെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് പാകിസ്ഥാനിലേക്ക് കടന്നു കയറിയുള്ള ഒരു ആക്രമണമായി തന്നെയാണ് പാകിസ്ഥാൻ കണ്ടിരിക്കുന്നത്. അതായത് രാവിലെ സൈന്യം നിസാരവൽക്കരിച്ചെങ്കിൽ അങ്ങനെ നിസാരവൽക്കരിക്കുകയല്ല ഇപ്പോൾ ഇമ്രാൻഖാൻ ചെയ്തിരിക്കുന്നത്. ഇമ്രാൻഖാനുമേൽ രാഷ്ട്രീയമായി വലിയ സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇത് വലിയ വിഷയമായി ഉന്നയിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കണം എന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരപ്രകാരം രാഷ്ട്രീയമായി കൂടി ഇമ്രാൻഖാൻ മറുപടി നൽകണം. അതുകൊണ്ട് ഇമ്രാൻഖാൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിക്കും എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. എല്ലാ പാർട്ടികളെയും വിളിച്ച് വീണ്ടും പാർലമെന്റ് സമ്മേളനം ചേരും എന്നും പാകിസ്ഥാനിൽ ചേരും എന്ന സൂചനകളും പുറത്തു വരുന്നു. എന്തായാലും അതിനു മുന്നോടിയായി താൻ ഇന്ത്യക്കെതിരെ തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ പ്രദേശത്ത് യുദ്ധ അന്തരീക്ഷം കൂടുന്നു. ഭീഷണിയുടെ സ്വരങ്ങൾ ഇരുഭാഗത്തു നിന്നും വന്നിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിലടക്കം യുദ്ധമുണ്ടായതോടുകൂടി പാകിസ്ഥാൻ ആ മേഖലയിൽ തകർന്നു പോയതാണ്. വീണ്ടും ഇന്ത്യക്ക് മേലൊരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അത് പാകിസ്ഥാനെ കൂടുതൽ തകർക്കും. പക്ഷെ രാഷ്ട്രീയമായി ഇത് ഉപയോഗിച്ച് ഇമ്രാൻഖാൻ മതിയാവുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഭീഷണിയും മുന്നറിയിപ്പുമായി ഇമ്രാൻഖാൻ രംഗത്തെത്തിയിരിക്കുന്നത്. അതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹം തിരിച്ചടിച്ചത് ഇന്ത്യ ശക്തമായ സുരക്ഷിതമായ കരങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യയുള്ളത്, നമ്മുടെ സൈന്യം തിരിച്ചടി തന്നെ നൽകും എന്നവർ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആനന്ദ്, ഈ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട തീവ്രവാദ നേതാക്കളൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ്. എന്തായാലും അത് സംബന്ധിച്ചൊന്നും പാകിസ്ഥാൻ പ്രതികരിക്കുന്നില്ല. പകരം അവരുടെ രാജ്യത്തിനു മേലൊരു കടന്നുകയറ്റമായി കണ്ട് പ്രത്യാക്രമണം നടത്താൻ തന്നെയാണ് ഇമ്രാൻഖാന്റെ തീരുമാനം. സന്തോഷ്, ഇതിനോടകം അന്തർദേശീയ മാധ്യമങ്ങൾ അടക്കം ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷണങ്ങളും വാർത്തകളും മുന്നോട്ട് വച്ചിട്ടുണ്ടോ? പൊതുസമൂഹത്തിൽ, അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അത്തരം പ്രതികരണങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ടോ? അതായത് സന്തോഷ് സൂചിപ്പിച്ചതുപോലെ ജെയ്ഷെ മുഹമ്മദിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു, അതടക്കമുള്ള കാര്യങ്ങൾ പറയൂ സന്തോഷ്. തീർച്ചയായും ആനന്ദ്, ഇത് സംബന്ധിച്ച് ഈ ഉറുദു ഭാഷയിൽ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന BBC നേരത്തെ ചില വാർത്തകളും ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു. അത് അവിടെ ആക്രമണം നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ബലാക്കോട്ടയിലെ ഈ തീവ്രവാദ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കുന്നിന് മുകളിൽ രാത്രി 3 മണി മുതൽ 4 മണി വരെ വലിയ സ്ഫോടന ശബ്ദങ്ങളും ഫ്ലൈറ്റുകൾ പറക്കുന്ന ശബ്ദവും കേട്ടു എന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട് എന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അവിടേക്ക് പോകാൻ പോലീസിന് പോലും കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ സൈന്യം അവരെ നിരുത്സാഹപ്പെടുത്തുകയും തടയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലതും രഹസ്യമായി അതിനുള്ളിൽ വയ്ക്കാനാണ് പാകിസ്ഥാൻ സൈന്യം ശ്രമിച്ചതെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടയിൽ നയതന്ത്രപരമായി ഇന്ത്യ വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചൈനയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഇരു രാജ്യങ്ങളും ശാന്തത പുലർത്തണം, സമാധാനം പുലർത്തണം എന്നാണ് ഇപ്പോൾ ചൈന പുറപ്പെടുവിച്ച ഒരു പ്രസ്താവനയിൽ പറയുന്നത്. നമുക്കറിയാം, ചൈന പാകിസ്ഥാനോട് കുറച്ചുകൂടി ആഭിമുഖ്യം പുലർത്തുന്ന ഒരു രാജ്യമാണ്. നേരത്തെ പാകിസ്ഥാന്റെയും ചൈനയുടെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പാകിസ്ഥാൻ ഒപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചെങ്കിൽ പോലും പക്ഷെ അങ്ങനെയല്ല. ഇരു രാജ്യങ്ങളും സമാധാനം പുലർത്തണം എന്ന് രണ്ടുപേരുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ ചൈനയെ കൂടാതെ USA, UK, റഷ്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ടർക്കി തുടങ്ങിയ രാജ്യങ്ങളുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ഇടപെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്നാലും അന്താരാഷ്ട്ര തലത്തിൽ പുൽവാമ സ്ഫോടനത്തെ തുടർന്ന് ഇന്ത്യക്ക് അനുകൂലമായ ഒരു തരംഗം നിലനിർത്താനാണ് ഇന്ത്യയുടെ ശ്രമം. ഇത് ഇന്ത്യക്ക് അനിവാര്യമായ ഒരു അറ്റാക്കാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ സുരക്ഷ അപകടത്തിലാകുമ്പോൾ നടത്താൻ പറ്റുന്ന അക്രമം എന്ന രീതിയിൽ പറഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ പറയാനാണ് ശ്രമിക്കുന്നത്. കാരണം പല രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരത്തിൽ സ്വന്തം സുരക്ഷ മുൻകരുതി മറ്റു രാജ്യങ്ങളിൽ ആക്രമണം നടത്തുകയും തീവ്രവാദികളെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ബില്ലാദിനൊക്കെ അങ്ങനെ കൊല്ലപ്പെട്ട. അതുകൊണ്ട് തന്നെ ശരി സന്തോഷ്, ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ ഗൗരവമുള്ള വാർത്തകൾ നമുക്ക് പരിശോധിക്കാൻ കഴിയും. ഏതായാലും കൂടുതൽ സങ്കീർണമാവുമോ കാര്യങ്ങൾ എന്ന ആശങ്കയുണ്ട്. ഏതായാലും അയൽ രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും, ആണവായുധ ശക്തികളാണ്, പ്രബലമായ സൈനിക ശക്തികളായ രാജ്യങ്ങൾ അമേരിക്കയും റഷ്യയും അടക്കം ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്.